വണക്കം. വീണ്ടും സുരേഷ് ഗോപിക്കെതിരെ മാധ്യമങ്ങൾ തിരിഞ്ഞിരിക്കുകയാണ്. സുരേഷ് ഗോപി ഇത്തവണ മാധ്യമങ്ങളെ പിടിച്ച് തള്ളി എന്നാണ് മാധ്യമങ്ങളുടെ മുഴുവൻ ആരോപണവും. എന്തായിരുന്നാലും ഈ കാര്യത്തിൽ ജനങ്ങൾ സുരേഷ് ഗോപിയോടൊപ്പമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ചുമ്മാ വെറുതെ സുരേഷ് ഗോപി തള്ളി എന്ന് പറയുന്ന ആ വീഡിയോയുടെ അല്ലെങ്കിൽ ആ പോസ്റ്റിൻ്റെ ആ വാർത്തയുടെ താഴെയുള്ള കമൻറ്റുകൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നു. സുരേഷ് ഗോപിയുടെ ആ ചെയ്തി ഞാൻ കണ്ടിരുന്നു. സുരേഷ് ഗോപിക്ക് ചുറ്റും മാധ്യമങ്ങൾ ഈച്ച പൊതിയുന്നത് പോലെ പൊതിയുന്നതും കണ്ടിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ പിന്നീട് ശ്രദ്ധിച്ചത് ജനങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്കറിയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ മാത്രം നോക്കിയാൽ മതി. ന്യൂ ജനറേഷൻ പിള്ളേർ ഇതിനെ എങ്ങനെ കാണുന്നു എന്നറിയണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയി അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ മാത്രം നോക്കിയാൽ മതി. കടുത്ത സുരേഷ് ഗോപി വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ പോലും അതിൻ്റെ താഴെ ഇവന്മാർക്ക് 2 എണ്ണം കിട്ടേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. കാരണം മാധ്യമ അട്രോസിറ്റി അത്രയ്ക്കും സഹിക്കാൻ വയ്യാത്ത രീതിയിൽ മാധ്യമത്തിൻ്റെ മലീമസമായിട്ടുള്ള ആ സംസ്കാരത്തിൻ്റെ നാറ്റം ഇങ്ങ് മലയാളിയുടെ അടുക്കളയിൽ വരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനം എന്നുള്ള സകല സീമകളും ലംഘിച്ചുകൊണ്ട് മോറൽ പോലീസിംഗ് എന്ന് പറയുന്ന ഒരു സീമയിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് സദാചാര ഗുണ്ടായിസം. ഒരു സ്ഥലത്ത് മാധ്യമപ്രവർത്തകർ വരുന്നു, മാധ്യമപ്രവർത്തകർ ഒരാളുടെ പ്രൈവസിയിലേക്ക് നുഴഞ്ഞു കയറുന്നു. പ്രൈവസിയിലേക്ക് നുഴഞ്ഞു കയറിയ ശേഷം കോടതിയെയും പോലീസിനെയും പോലും യാതൊരു വിലയും കൽപ്പിക്കാതെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾ അവിടെ നിൽക്കുന്ന ആളുടെ പ്രൈവസിയിലേക്ക് നുഴഞ്ഞു കയറി അയാളുടെ സ്വകാര്യതാ ലംഘനം നടത്തി അയാളെക്കുറിച്ചുള്ള വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുന്നു. ഇങ്ങനെ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞ ശേഷം മാധ്യമങ്ങൾ ആ വാർത്ത ഫോളോ അപ്പ് ചെയ്യുന്നു. ആ വാർത്ത ഫോളോ അപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വാർത്തകളാണ് ഇവന്മാർ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വയനാട് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായി. ആ വയനാടിനെ കുറിച്ച്, അവിടുത്തെ പുനരധിവാസത്തിനെ കുറിച്ച് ഓണം വരാൻ പോകുന്നു. അവിടെയുള്ള ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ച് ഫോളോ അപ്പ് ചെയ്യാതെ ഇവിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് മലയാളിയുടെ മാധ്യമ സംസ്കാരത്തിനെ മലീമസപ്പെടുത്തിക്കൊണ്ട് ഇവന്മാർ ഒരു കൂട്ടം സിനിമാക്കാരൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വാർത്തകൾ ഇവന്മാർ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കൃത്യമായിട്ട് മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ തീറ്റയാണ്, ആ തീറ്റയ്ക്ക് നിന്ന് തരാൻ എന്നെ കൊണ്ട് സൗകര്യമില്ല എന്ന് സുരേഷ് ഗോപി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ബൈറ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്തായാലും ഞാൻ എൻ്റെ ഭാഗം അത് വിശദീകരിക്കില്ല. സുരേഷ് ഗോപി എന്താണ് പറഞ്ഞതെന്ന് വ്യക്തവും കൃത്യവുമായിട്ട് ഇതിലുണ്ട്. പ്ലീസ്. ഇല്ലില്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങളത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിംഗ് ആണ്. അത് അന്നേരം നടക്കും. കേട്ടല്ലോ, ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞത്. വ്യക്തമാണ്, കൃത്യമാണ്, സ്പഷ്ടമാണ്. ഇത്രയും കാര്യങ്ങൾ സുരേഷ് ഗോപി പറഞ്ഞിട്ടും ആ മനുഷ്യൻ്റെ പിറകെ വീണ്ടും പോയി അയാൾ വരുന്ന വഴിയിലെല്ലാം തടഞ്ഞു നിർത്തി നമുക്ക് കൃത്യമായിട്ട് ആ വിഷ്വലിൽ കാണാവുന്നതാണ്. സുരേഷ് ഗോപി വണ്ടിയിലേക്ക് കയറാൻ പോകുമ്പോൾ സുരേഷ് ഗോപി വണ്ടിയിലേക്ക് കയറുന്ന ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ കയറി തടഞ്ഞു നിൽക്കുകയാണ്. ഒറ്റ തള്ളു വെച്ച് കൊടുത്തു. ഒരു പ്രശ്നവുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒറ്റ തള്ളു വെച്ച് കൊടുത്തു സുരേഷ് ഗോപി. എന്നിട്ട് പറഞ്ഞ് ഇതെൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യമാണ്, അത് മുടക്കരുത് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇതാണ് സുരേഷ് ഗോപിയുടെ കൃത്യമായിട്ടുള്ള ഡയലോഗ് എന്ന് പറയുന്ന ആ സമയത്ത്. ഇതിലെ സകല ആൾക്കാർ മാധ്യമപ്രവർത്തകരുടെ കൂടെ അല്ല, ഇതിലെ സകല ആൾക്കാരും സുരേഷ് ഗോപിയുടെ കൂടെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അതായത് ഈ സംഭവം വന്ന ശേഷം മാധ്യമപ്രവർത്തകരെല്ലാം കൊണ്ടിളവി. നമ്മളെ റിപ്പോർട്ടറിലെ സംഗിണി എന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ, പഴയ KSUകാരിയായിട്ടുള്ള സുജയ പാർവതി, ഇപ്പോഴാണ് അവരൊക്കെ സംഘികളായി മാറുന്നത്. വാർത്തയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ള പാവ സംഘികളെ പറ്റിച്ച് വാർത്ത ഉണ്ടാക്കാനായിട്ട് സുജയ പാർവതി വേറെ പല ഓൺലൈൻ ചാനലുകാരന്മാരും ഒക്കെ ഞാൻ സംഘിയാണ് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള സംഘപരിവാറിൻ്റെ പാവപ്പെട്ട സംഘികളെ, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സംഘികളെ പറ്റിച്ച് RSSകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ചാനലിൽ കയറിയിരുന്ന് RSSനെ കുറിച്ച് വലിയ രീതിയിൽ വാദോരാത മണ്ടത്തരങ്ങൾ പറഞ്ഞ് അത് ഇവിടെയുള്ള പാവപ്പെട്ട സംഘികൾ ചേച്ചി പാവം
ചേച്ചി ഭയങ്കര ഒരു RSSന് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്ത് നേരെ എവിടെ എടുത്തിടും? നേരെ അത് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് സുജിയ പാർവതിക്ക് അങ്ങ് ഹൈപ്പ് കൊടുക്കുകയാണ്. റിപ്പോർട്ടർ ചാനലിൽ ഇവന്മാർ തലയിൽ ചുമന്ന് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആത്യന്തികമായിട്ട് പറയുകയാണെങ്കിൽ റിപ്പോർട്ടർ ചാനൽ ഇവിടെയുള്ള BJPക്കും അല്ലെങ്കിൽ RSSകാരനും ദോഷം മാത്രം വരുത്തി വയ്ക്കുന്ന ഒരു ചാനലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെയുള്ളൊരു ചാനൽ, അത്രയ്ക്ക് മലീമസമായിട്ടുള്ള മാധ്യമ സംസ്കാരം പേർന്നൊരു ചാനലിലെ സുജയ പാർവതി എന്ന് പറയുന്ന അവതാരിക സുരേഷ് ഗോപിയുടെ ആ ഡയലോഗ്, സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തു കഴിഞ്ഞപ്പം പറയുകയാണ്, അദ്ദേഹം ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പഴംപൊരിയെക്കുറിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റുമോ എന്നാണ് സുജയ പാർവതി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരുടെ ഈ സംസ്കാരമാണ്. മാധ്യമപ്രവർത്തകർ ഇപ്പോൾ മലയാളിയുടെ ജിജ്ഞാസയെ വിറ്റ് തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സുരേഷ് ഗോപിയോട് കഴിഞ്ഞ ദിവസം എന്താണ് ചോദിച്ചത്? മുകേഷിനെ കുറിച്ചുള്ള ആരോപണം സുരേഷ് ഗോപിയോട് ചെന്ന് ചോദിക്കുകയാണ്. താങ്കൾ ഒരു കേന്ദ്രമന്ത്രിയല്ലേ? സുരേഷ് ഗോപി ആ സമയത്ത് തിരിച്ചൊരു ഡയലോഗ് അടിച്ചാൽ മതി, ഞാൻ പെട്രോളിയം മന്ത്രിയാണ്, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ലാന്ന് സുരേഷ് ഗോപിയുടെ ഡയലോഗ് അടിച്ചാൽ മതി, അത് അവിടെ തീരും എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും യവന്മാർ വിടില്ല. യവന്മാരെ മൈക്കെടുത്ത് സുരേഷ് ഗോപിയുടെ അണ്ണാക്കിൽ കുത്തി കയറ്റാനാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു ഡയലോഗ് അടിക്കാം. അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ മുകേഷിനെ 10 തെറി പറഞ്ഞിട്ട് സുരേഷ് ഗോപിക്ക് അവിടെ നിന്ന് സൂപ്പർ സ്റ്റാർ പദവിയിൽ ഇറങ്ങി വരാമായിരുന്നു. സുരേഷ് ഗോപി അതും ചെയ്തില്ല. സുരേഷ് ഗോപി എന്താണ് ചെയ്തത്? ഇത് കോടതി പറയും, ഇത് കോടതിയാണ് പറയേണ്ടത്, നിങ്ങൾ ആരാണ് ഇത് പറയാൻ? അതാണ് സുരേഷ് ഗോപി കൃത്യമായിട്ട് ചോദിച്ചതും. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു അത്. സുരേഷ് ഗോപി ചോദിച്ച ആ ഒരു പോയിന്റ്, ആ എക്സാക്റ്റ് പോയിന്റിൽ മാധ്യമപ്രവർത്തകരെല്ലാം അവിടെ നിന്ന് വിറച്ചു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. സുരേഷ് ഗോപി ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷവും സുരേഷ് ഗോപിയെ പിന്തുടർന്ന് പിടിക്കുകയാണ്. എടേ, നിങ്ങൾക്ക് വാർത്ത ഇല്ലെങ്കിലുണ്ടല്ലോ, നിങ്ങൾ വാർത്ത ഉണ്ടാക്കലല്ല നിങ്ങളുടെ പണി. പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ ഇറങ്ങി മാധ്യമപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ പണി. അല്ലാതെ കണ്ട ഈ 5 സ്റ്റാർ ഹോട്ടലുകളിലും അല്ലെങ്കിൽ ഈ വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളും അടുക്കളയിൽ പോയി അവർ കഴിയുന്ന മീനും മത്തിയും ഇറച്ചിയും അവർ കഴിച്ച് ഏമ്പക്കം വിട്ട് നിന്നിട്ട് അവർ കൺസെന്റോടുകൂടി ഏതെങ്കിലും സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഇതോ സൂപ്പർ സ്റ്റാർ, ഇതാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയലല്ല നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ഏർപ്പെട്ടിട്ടും ആ യുവതി വന്നിട്ട് പറയുകയാണ് ഇയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്. മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മാധ്യമപ്രവർത്തകർ അവിടെ പഠിക്കാനായിട്ട്, ഈ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞ സാധനം പഠിക്കാനായിട്ട് ചെല്ലുമ്പോഴേ നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് പുറത്ത് മഴ പെയ്യുകയാണ്, ഒരാൾ വന്ന് പറഞ്ഞാൽ, മഴ പെയ്യുകയാണെന്ന് ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് മഴ പെയ്യുകയാണ് എഴുതിക്കളയുക എന്ന് പറഞ്ഞ്, അതല്ല മാധ്യമപ്രവർത്തനം. പുറത്ത് മഴ പെയ്യുകയാണെങ്കിൽ അവിടെ ചെന്ന് കണ്ടത് ഉറപ്പുവരുത്തണം, പുറത്ത് മഴ പെയ്യുന്നുണ്ട്, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഫാക്ട് ഫൈൻഡിങ് കൂടെ നടത്തണം മാധ്യമപ്രവർത്തകർ. അല്ലാതെ നിങ്ങളുടെ ബാർക്ക് റേറ്റിങ്ങിനും TRPക്കും വേണ്ടി ഓടി നടന്ന് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 അവതാരികയുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ അരോചകമാണ്. അവർക്കൊരു ഗസ്റ്റിനെ പോലും ഡീൽ ചെയ്യാൻ അറിയില്ല എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ്. ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തുമ്പോൾ ആ ഗസ്റ്റിനോട് അടിക്കാൻ നിൽക്കും പോലെയാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചപ്പോൾ ധർമ്മജൻ ബോൾഗാട്ടി എന്ന് പറയുന്ന അയാൾ പൊട്ടിത്തെറിച്ചു. ഞാൻ വല്ല പച്ചത്തെറിയും വിളിച്ചു പറഞ്ഞു, അടുത്ത വാർത്തയായി, എന്നെ അപമാനിച്ചു, എനിക്കൊന്നും കേൾക്കണ്ട, എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ KUWJ പത്രക്കുറിപ്പ് ഇറക്കുന്നു, അതിറക്കുന്നു, ഇതിറക്കുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ വാർത്ത എന്ന് പറയുന്നത്. അങ്ങനെ വാർത്ത ഉണ്ടാക്കിയെടുക്കുകയാണ്. നിങ്ങൾ തിരിച്ച് അപമാനിച്ചതിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം, മുനവച്ചുള്ള സംസാരം, ഒരാളെ വിളിച്ചു വരുത്തിയിട്ട്, ഒരു ഗസ്റ്റിനെ നിങ്ങൾ നിങ്ങളുടെ മാധ്യമ ആ ഒരു ഡെസ്കിൽ വിളിച്ചു വരുത്തിയിട്ട് ടെലി കണക്ട് ചെയ്തിട്ട് അയാളോട് ചോദിച്ച ചോദ്യങ്ങൾ വളരെ മാന്യമായ രീതിയിൽ ചോദിക്കണമായിരുന്നു. ഇനി സുരേഷ് ഗോപിയുടെ കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. സുരേഷ് ഗോപി അവിടെ നിൽക്കുന്നു. സുരേഷ് ഗോപി നിങ്ങൾക്ക് മാന്യമായിട്ട് ബൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം സുരേഷ് ഗോപിയുടെ അടുത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ സുരേഷ് ഗോപി എനിക്ക് ബൈറ്റ് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് സുരേഷ് ഗോപി എന്നല്ല, ഇവിടെയുള്ള ഏതൊരു സാധാരണക്കാരൻ മുതൽ ഏറ്റവും തലപ്പത്തിരിക്കുന്ന കൊണകണ്ടർ വരെ നിങ്ങൾക്ക് ബൈറ്റ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെയാണ്. അങ്ങനെ ബൈറ്റ് തരാൻ പറ്റില്ലെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ബൈറ്റ് തരാതെ ഒളിച്ചോടുന്നു, സുരേഷ് ഗോപി ഊളയാണെന്നോ സുരേഷ് ഗോപിയെ കൊണ്ട് കഴിവില്ലെന്നോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി പിടിപ്പിക്കാൻ നിങ്ങളുടെ രാഷ്ട്രീയം അനുസരിച്ച്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്, നിങ്ങളുടെ ചാനലുകൾക്കും ഓരോ രാഷ്ട്രീയമുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാമല്ലോ. നിങ്ങൾ ഒരാളുടെ പിറകെ നടന്ന് ശല്യപ്പെടുത്തി മോറൽ പോലീസിംഗ് നടത്തുന്നത് എന്തിനാണെന്നാണ് ഇവിടെയുള്ള ചോദ്യം എന്ന് പറയുന്നത്. വേറെ പല ആൾക്കാരും ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് കാണിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ ഇങ്ങനെയല്ലല്ലോ പ്രതികരിച്ചത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് കോലും കൊണ്ട് ചെല്ലാൻ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരുടെ മുട്ട് വിറയ്ക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെ ഇതുപോലെ അദ്ദേഹത്തിന്റെ പിറകെ ചെന്ന് മാധ്യമങ്ങളെ എല്ലാം കൂടെ വഴി തടഞ്ഞു നിർത്തിയപ്പോഴല്ല പിണറായി വിജയൻ ചീത്ത വിളിച്ചത്. പിണറായി വിജയൻ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ പിണറായി വിജയന് സർവകക്ഷി യോഗം നടത്തേണ്ട
ഒരു സ്ഥലമുണ്ട്. സർവകക്ഷി യോഗം നടത്തേണ്ട ആ സ്ഥലത്ത് മാധ്യമപ്രവർത്തകർ സർവകക്ഷി യോഗത്തിന് മുമ്പേ മാധ്യമപ്രവർത്തകർ എങ്ങനെ പ്രിവിലേജ് ഒന്നുമില്ല, എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എടുക്കേണ്ട അത്ര തന്നെയാണ്. പക്ഷേ എങ്കിലും ഒരു ധാർമ്മികതയുടെ ഒരു അംശം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്ക് സർവകക്ഷി യോഗത്തിന് മുമ്പേ കയറി വിഷ്വൽ എടുക്കാം. അങ്ങനെ വിഷ്വൽ എടുത്തിട്ട് മാധ്യമപ്രവർത്തകർ ഇറങ്ങി കൊടുക്കുകയും ചെയ്യും. ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. പിണറായി വിജയൻ്റെ കാലത്ത് പിണറായി വിജയൻ നടന്നു വന്നപ്പോൾ ഇതിനകത്ത് മാധ്യമപ്രവർത്തകർ നിറഞ്ഞു നിൽക്കുന്ന കണ്ടു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അപ്പോൾ കടക്കുപുറത്ത് എന്നവിടെ പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇറങ്ങി തരണം എന്ന് മാന്യമായിട്ട് പറഞ്ഞാൽ മതി. ആ അമാന്യതയാണ് പിണറായി വിജയന്റെ കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ നിങ്ങൾ പോയി സുരേഷ് ഗോപിയുടെ അണ്ണാക്കിൽ കോലിട്ട് കുത്തിയിട്ട് തിരിച്ചു വാങ്ങിച്ചതാണ്. കാരണം സുരേഷ് ഗോപി വരുന്ന വഴിയിൽ നിങ്ങൾ വഴി തടഞ്ഞു നിന്നു. സുരേഷ് ഗോപിയെ പോകാൻ, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. നാളെ സുരേഷ് ഗോപി നിങ്ങളെല്ലാം അങ്ങ് അറ്റത്ത് വടം കെട്ടി നിർത്തിയിട്ട് അദ്ദേഹം ഇസഡ് കാറ്റഗറി സുരക്ഷയിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? വേണമെങ്കിൽ അദ്ദേഹത്തിന് വരാം. ആ സമയത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള മാധ്യമങ്ങളുടെ മുഴുവൻ അണ്ണാക്കിലെ പിരിവെട്ടിപ്പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം വരുന്ന 1 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നെയൊക്കെ അടുപ്പിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അദ്ദേഹം പിന്നെ ബൈറ്റ് ചെയ്യില്ല, അദ്ദേഹം പിന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ അടുപ്പിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അങ്ങോട്ടിടും, ശല്യം ചെയ്യും. യാതൊരുവിധ പ്രശ്നവുമില്ല. സുരേഷ് ഗോപി വരുന്ന സ്ഥലത്തെല്ലാം കനത്ത സുരക്ഷയിൽ, അങ്ങനെ സുരക്ഷയിൽ വരാനുള്ള കൃത്യമായിട്ട് അവകാശമുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. കാരണം കേന്ദ്രമന്ത്രിയാണ്. ആ കേന്ദ്രമന്ത്രിയുടെ അടുത്താണ് നിങ്ങൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഗ്രാൻഡഡ് ആയിട്ട് കാണരുത്. അത് നിങ്ങൾ ഗ്രാൻഡഡ് ആയിട്ട് കാണാതെ നിങ്ങൾ മാന്യമായിട്ട് പെരുമാറണം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഇവിടെയുള്ള മലയാളികൾക്ക് ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന പൊടിപ്പും തൊങ്ങലും അടങ്ങുന്ന വാർത്തകൾ കേട്ടിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുക. ഇവിടെ വയനാട് ഇത്രയും വലിയൊരു ദുരന്തം നടന്നു, അതിൻ്റെ പുനരധിവാസം എന്തായി? വയനാട് ദുരന്തം നടന്നിട്ട് അതിൻ്റെ പുനരധിവാസം എന്തായി? ഓണം വരാൻ പോകുന്നു. ഓണത്തിന് ഇവിടെയുള്ള സർക്കാർ എങ്ങനെയാണ് ചെലവുകൾ നടത്താൻ പോകുന്നത്? ഇപ്പോൾ അറിയുന്നു 3000 കോടി കടമെടുക്കാൻ പോവുകയാണെന്ന്. വയനാട് ഒരു ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ ഓണാഘോഷം വേണ്ടാന്ന് വെക്കാൻ അതിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന് സാധിക്കും. അവിടെ ഒരുപാട് കലാകാരന്മാർ ദുരിതത്തിലായി. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അല്ലാതെ 24 മണിക്കൂറും അമ്മയുടെ ഈ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും മുകേഷിൻ്റെയും സിദ്ദിഖിൻ്റെയും വാർത്ത മലയാളിക്ക് പുഴുങ്ങി തിന്നണ്ട എന്നുള്ളതാണ്. നിങ്ങളുടെ ബാർക്ക് റേറ്റിംഗ് ഉയർത്താനായിട്ട്, TRP ഉയർത്താനായിട്ട് ഇത് ഉരുട്ടി മലയാളിയുടെ വാക്കകത്ത് വെച്ച് കൊടുക്കരുത്. കാരണം ഞാനിത് പറയാനായിട്ട് കാരണം സുരേഷ് ഗോപി എങ്ങനെയാണ് അവിടെ ജയിച്ചു വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. സുരേഷ് ഗോപിയെ ഇത്തരത്തിൽ മാധ്യമങ്ങൾ അവിടെ വളഞ്ഞിട്ട് ആക്രമിച്ച പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചു വന്നത്. സുരേഷ് ഗോപിയെ അവിടെയുള്ള സുഡാപ്പികളടക്കമുള്ള മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചു. പെണ്ണ് കേസ് വരെ എടുത്ത് തലയിൽ വെച്ച് കൊടുക്കാൻ നോക്കി. ആ ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്കെതിരെ മാധ്യമങ്ങൾ നിന്നപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ തന്നെ ഇറങ്ങി ഞെരിച്ചു പിടിച്ച് വോട്ട് ചെയ്ത് സുരേഷ് ഗോപി. അങ്ങനെയാണ് സുരേഷ് ഗോപി അവിടെ ജയിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത്. ചുമ്മാ പറയുകയല്ല, ടു ബി ഫ്രാങ്ക് എതിരാണ്. ഗാലറി ഫുൾ ഇവിടെയുള്ള മാധ്യമങ്ങൾക്കെതിരാണ്, ഈ മാധ്യമ സംസ്കാരത്തിനെതിരാണ്. നിങ്ങൾ നടത്തുന്ന മാധ്യമ പ്രവർത്തനമല്ല, നിങ്ങൾ നടത്തുന്നത് മോറൽ പോലീസിംഗ് ആണ്. എന്നാൽ നിങ്ങൾക്കിടയിൽ ആൾക്കാരുണ്ടല്ലോ, അത് പറ. നിങ്ങൾക്കിടയിലുള്ള ആൾക്കാരെ നിങ്ങൾ കൃത്യമായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യും. ഈ അപർണ കുറുപ്പ് എന്ന് പറയുന്ന ന്യൂസ് 18 മാധ്യമപ്രവർത്തകനെയാണ് ധർമ്മജനോട് മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞ് KUWJ പത്രക്കുറപ്പ് ഇറക്കിയത്. അത് ഇറക്കിയതാരാ? കിരൺ ബാബു. ഈ കിരൺ ബാബുവിൻ്റെ പേരിൽ ഒരു കേസുണ്ട്, അറിയാമോ? എന്നിട്ട് അവൻ രാജിവെച്ചോ? ഇല്ലല്ലോ. ഒരു സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും FIR കിടപ്പുണ്ട്. പിണറായിയുടെ അടുത്ത ആളായതുകൊണ്ട് അത് പൊടി തട്ടി എടുക്കുന്നില്ല പോലീസ്, അല്ലെങ്കിൽ സർക്കാർ അത് പൊടി തട്ടി എടുക്കുന്നില്ല. എന്നിട്ട് അനുപമയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് KUWJക്ക് പത്രക്കുറിപ്പ് എഴുതി ഒപ്പിട്ടിരിക്കുന്നത് കിരൺ ബാബു. അടിപൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ. ഇത് പറയുന്ന ന്യൂസ് 18 അനുപമ വർക്ക് ചെയ്യുന്ന ന്യൂസ് 18 ഒരു ദളിതായിട്ടുള്ള ഒരു പാവം പെൺകുട്ടിയെ, ട്രെയിനി പെൺകുട്ടിയെ അവിടെ മാനസിക സമ്മർദ്ദത്തിന് ഇരയാക്കി മാനസികമായി പീഡിപ്പിച്ച് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം കണ്ടെത്തി ജാതീയമായി അധിക്ഷേപിച്ചെന്ന് പറയപ്പെടുന്നു. അങ്ങനെ പറഞ്ഞ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ, അതായത് മാനസികമായിട്ട് പീഡിപ്പിച്ചെന്ന് പറയുന്ന മാധ്യമപ്രവർത്തകരെല്ലാം ഇപ്പോഴും ഞെളിഞ്ഞാൽ തിരിപ്പുണ്ട്. അവരൊന്നും രാജി വയ്ക്കണ്ടേ? അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്ന് ചോദിക്കാം. ആരോപണം നേരിട്ട് കഴിഞ്ഞാൽ രാജി വയ്ക്കണം എന്ന് അപർണ പറയുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അവരൊന്നും രാജിവെക്കണ്ടേ? അവരെല്ലാം അതിനകത്ത് ഞെളിഞ്ഞിരിപ്പുണ്ടല്ലോ, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം നമ്മുടെ സിന്ധു സൂര്യകുമാർ ഒരു പോസ്റ്റ് ഇട്ടു, അമ്മയിലെ എല്ലാവരും രാജിവെച്ചു എന്ന് പറഞ്ഞ്. അവർ ആരോപണം നേരിട്ട പശ്ചാത്തലത്തിലാണ് രാജി എന്ന് പറഞ്ഞ് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് നാണം ഉണ്ടാകും. അല്ല, എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കും. നിങ്ങളുടെ പേരിലുണ്ടല്ലോ ഒരു പോക്സോ കേസ്. ഒരു കേസിൽ ഒരു പെൺകുട്ടിയെ ആ ഒരു വിഷ്വൽ ഫോർജ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേരിൽ ഒരു പോക്സോ കേസ് ഉണ്ടല്ലോ. പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാത്ത വകുപ്പാണ്, അറിയാമല്ലോ. ആ പോക്സോ കേസ് നേരിടുന്ന ഒരു ന്യൂസിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു സ്ത്രീയല്ലേ നിങ്ങൾ രാജിവെച്ചോ? അപ്പം നിങ്ങൾക്ക് ഇത് എത്ര നാണമുണ്ട് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി 24 ന്യൂസിലേക്ക് വരാം. അവിടെ വേണുഗോപാലകൃഷ്ണൻ കയറിയിരിപ്പുണ്ട്. മാതൃഭൂമിയിൽ സഹപ്രവർത്തകയ്ക്ക് അശ്ലീല മെസ്സേജ് അയച്ചെന്നോ കയറി പിടിക്കാൻ ശ്രമിച്ചെന്നോ അങ്ങനെ എന്തൊക്കെയാണ് ഇയാളുടെ പേര് കേസ്. അങ്ങനെ മാതൃഭൂമി അടിച്ച് പുറത്താക്കി ഇയാളെ 24 ന്യൂസ് അഭയം കൊടുത്തു. അവിടെ ഇരുന്നുകൊണ്ടാണ് ഹാഷ്മി താജ് ഇബ്രാഹിം കോരം ബാധിക്കുന്നത്. ഇനി മാധ്യമപ്രവർത്തകരിൽ റേഷിസം നേരിടുന്ന ആൾക്കാരുണ്ട്. ട്രെയിനികളായിട്ടുള്ള കുട്ടികൾ വരുമ്പോൾ ഞാൻ റേഷിസം നേരിട്ടു എന്ന് അവർ പച്ചയായിട്ട് കമന്റ് ഇടുന്നുണ്ട് പല മാധ്യമപ്രവർത്തകന്മാരുടെയും ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെന്ന്. ആ മാധ്യമപ്രവർത്തകന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ മാധ്യമപ്രവർത്തകൻ സത്യഭാമ എന്ന് പറയുന്ന നമ്മുടെ കലാമണ്ഡലം രാമകൃഷ്ണൻ, RV രാമകൃഷ്ണൻ അപമാനിച്ചപ്പോൾ സത്യഭാമയെ ഇപ്പോൾ തൂക്കിലേറ്റണമെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട് അതിൻ്റെ താഴെ വന്ന് അയാളുടെ കൂടെ ജോലി ചെയ്ത ഒരു പെൺകുട്ടി കമന്റ് ഇട്ടിരിക്കുന്നു,
ഈ സത്യഭാമയൊക്കെ നമുക്ക് തൂക്കിലേറ്റാം. ഈ ഡെസ്കിൽ ഞാൻ വരുമ്പോൾ എന്നെ ഇത്രയധികം അധിക്ഷേപിച്ച ഒരു വ്യക്തി നിങ്ങളാണെന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിരുന്നു. ഞാനിപ്പോൾ ആ പോസ്റ്റ് തപ്പിപ്പോയപ്പോൾ അവൻ മുക്കിക്കളഞ്ഞ പോസ്റ്റ്. അതാണ് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരെന്ന് പറയുന്നത്. അപ്പം നിൻ്റെയൊക്കെ കയ്യിലെ ഈ കുരുവെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അന്യനെ മോറൽ പോലീസിങ് ചെയ്യാൻ നടക്കരുത്. നാളെ സിനിമാക്കാർ മുഴുവൻ തിരിച്ചടിച്ചാൽ നീ ഒന്നും താങ്ങൂല എന്നുള്ളതാണ് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. സീരിയസ് ആയിട്ട്. അപ്പം മുകേഷ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, മുകേഷ് മെഴുകേഷ് ആയിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ അന്വേഷിക്കും, കോടതി അന്വേഷിക്കും, പോലീസ് അന്വേഷിക്കും. അത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പണി എന്ന് പറയുന്നത്. അല്ലാതെ മുകേഷ് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് സകല ആൾക്കാരുടെയും കടപ്പറയിലോട്ട് ഓടിച്ചെല്ലുക, അവർ പോകുന്ന വഴിയിലെല്ലാം വേലി കെട്ടി തടഞ്ഞു നിർത്തുക, അല്ലെങ്കിൽ സകല അമ്മയുടെയും മാക്ടയുടെയും ഫെഫ്കയുടെയും പോവുക, അവിടെയുള്ള ആൾക്കാരുടെ വായിൽ കോലിട്ട് കുത്തി ബൈറ്റ് എടുക്കുക. നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നല്ലോ. സുരേഷ് ഗോപി എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഒന്ന് അമറണം, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഒന്ന് തള്ളണം. ഒരു വാർത്തയായി. ഇനി ഒരാഴ്ച ഈ വാർത്തയിട്ട് ഓടിച്ചുകൊണ്ട് പോകാം. സത്യം പറഞ്ഞാൽ ഈ മാധ്യമ സംസ്കാരം ഇത്രയ്ക്ക് അധപ്പതിച്ച് പോയത് ഒന്നും തോന്നരുത്. ഈ മരമുറി മുതലാളി വന്ന് നിൽപ്പുണ്ടല്ലോ, അവിടെയും നമുക്ക് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. റിപ്പോർട്ടർ, മരമുറി മുതലാളിയുടെ റിപ്പോർട്ടർ. മരം മുറിച്ചുകൊണ്ടിരുന്ന മുതലാളി കുറച്ച് പൈസ എറിഞ്ഞു കൊടുത്തപ്പം അവിടെയുള്ള മാധ്യമപ്രവർത്തകൻ ഇപ്പുറത്തെ ചാനലിലായിരുന്നു. അവൻ അപ്പുറത്ത് നിന്നും ആ മരമുറി മുതലാളിയെ ഘോരഘോരം അയാൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നവൻ കുറച്ച് പൈസ അണ്ണാക്കിലോട്ട് ഇട്ട് കൊടുത്തപ്പോൾ ഇപ്പുറത്തിറങ്ങി വന്നിട്ട് മരമുറി മുതലാളി എത്ര കുലീനൻ എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യമൊക്കെ ഉണ്ട്. സിനിമാക്കാർ പ്രൊമോഷനൊക്കെ സിനിമാക്കാരാണ് വരുന്നതെന്ന് നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇപ്പോൾ സത്യം പറയട്ടെ, ടു ബി ഫ്രാങ്ക്, സത്യം പറയട്ടെ, ഈ ബിഗ് ബോസ് താരങ്ങൾ ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പം ആ കൊച്ചിയിലുള്ള കുറേ ഓൺലൈൻ മാധ്യമങ്ങളുണ്ടല്ലോ, കുറച്ച് കുണച്ചു പിടിച്ച ഓൺലൈൻ മാധ്യമങ്ങൾ, ആ ഓൺലൈൻ മാധ്യമങ്ങളാണ് ഈ കൊച്ചിയിലെ ഈ മാനസികാരോഗ്യ കേന്ദ്രം ഉണ്ടല്ലോ, ഒരു തിയേറ്റർ, ഈ ആറാട്ടണ്ണനും പിന്നെ കിംബോയിയൊക്കെ ജനിച്ച ഒരു തിയേറ്റർ ഉണ്ടല്ലോ, അലൻ ജോസ് പെരേരയൊക്കെ, അവന്മാർ ജനിച്ച ആ തിയേറ്ററിൻ്റെ ഒരു കവിതേ വിജിതേ അങ്ങനെ ഏതൊരു തിയേറ്ററാണ്. ആ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ യവന്മാർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ നിൽക്കുമല്ലോ. അങ്ങനെ ഞം അടിക്കാൻ നിൽക്കുന്ന കുറേ മാധ്യമപ്രവർത്തകരെന്ന് പറയുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെ നിലവാരത്തിലേക്ക് നിങ്ങൾ താഴ്ന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അവരുടെ നിലവാരത്തിൽ നിങ്ങൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവരുടെ നിലവാരത്തിൽ നിന്ന് വീണ്ടും താഴാനായിട്ടുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ടു ബി ഫ്രാങ്ക് ജനങ്ങൾക്ക് മടുത്തടേ, ജനങ്ങൾക്ക് മടുത്തു. ഇതുപോലെയാണ് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമം നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും അടി കിട്ടും. ഞാനൊരു സ്നേഹം കൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് എവിടുന്നെങ്കിലും നിങ്ങൾക്ക് അടി കിട്ടും. ആ അടി കിട്ടുമ്പം നിങ്ങൾ വലിയ വാർത്തയാക്കും, അത് വലിയ വാർത്തയാക്കും. ആ KUWJ പത്രക്കുറിപ്പൊക്കെ ഇറക്കും. KUWJക്ക് ആ തിരിക്കണവന്മാരൊക്കെ എങ്ങനെയുള്ളവന്മാരാണെന്ന് അറിയാം. അവിടെയുള്ള സ്ത്രീകളെയൊക്കെ ആക്രമിച്ച വാർത്തകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് പരസ്യമായിട്ട്, കഥവൊക്കെ ചവിട്ടിപ്പൊളിച്ചു. അതൊക്കെ നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു അടി ഉണ്ടായി, നിങ്ങൾ വലിയ പത്രക്കുറിപ്പ്, ഇവിടെ പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം ഇറക്കും പോലെ, പക്ഷേ ജനങ്ങൾ മുഴുവൻ നിങ്ങൾക്കെതിരായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറുക, വരുന്ന വാർത്തകൾ മാത്രം കൊടുക്കുക. അല്ലാതെ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് അവർക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ അവർ പറയുന്നില്ല, അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ പറയുന്ന സംഭവം എന്താണ്? ഒരു പുരുഷൻ ഒരു യുവതിയുടെ മേൽ 100 വട്ടം കൈവയ്ക്കുന്നു, 101ാമത്തെ വട്ടം അവർ നോ പറഞ്ഞാൽ ആ നോ തന്നെയാണെന്ന് പറയുന്നു. അതേ കാര്യം തന്നെയാണ് നിങ്ങൾക്കും ഉള്ളത്. നിങ്ങൾക്ക് ബൈറ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് കേന്ദ്രമന്ത്രിയാണ്, മറ്റേതാണ്, മറിച്ച് ആയിക്കോട്ടെ, കേന്ദ്രമന്ത്രി ആയിക്കോട്ടെ, കേന്ദ്രമന്ത്രി ഞങ്ങൾക്ക് ബൈറ്റ് ചെയ്ത് അത് ഒളിച്ചോടി, നിങ്ങൾ എഴുതിക്കോ, പ്രശ്നമില്ല. കേന്ദ്രമന്ത്രി ബൈറ്റ് തരുന്നില്ല, ഒളിച്ചോടി, അദ്ദേഹം ഓടി തള്ളിക്കളഞ്ഞു, അദ്ദേഹം ഒരു ഊളയാണ് എന്ന് നിങ്ങൾ എഴുതിക്കോ, അതിന് യാതൊരുവിധ പ്രശ്നവുമില്ല. ഇത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെയുള്ള മാധ്യമപ്രവർത്തകരെ കണ്ടു പഠിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു VIP എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ മാധ്യമപ്രവർത്തകരെല്ലാം ഒരു പോഡിയത്തിൽ മൈക്ക് നിരത്തി വെച്ചിട്ട് അവിടെ നിൽക്കും. അയാൾക്ക് എന്തെങ്കിലും ബൈറ്റ് തരാനുണ്ടെങ്കിൽ ഇവർ അടുത്ത് വന്നിട്ട് ആ ബൈറ്റ് അയാൾ തരും, എന്നിട്ട് അയാൾ തിരിച്ചു പോകും. അങ്ങനെയാണ് അവിടുത്തെ ഉള്ള മാധ്യമ സംസ്കാരം എന്ന് പറയുന്നത്. നല്ല കാര്യമാണ്. ഇവിടെ വഴി തടഞ്ഞു നിർത്തിയാണ് ഓരോ ആൾക്കാർ, ഓരോ മാധ്യമപ്രവർത്തകർ, എന്നിട്ടാണ് അവന്മാർ സഞ്ചാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെയൊക്കെ കുറിച്ച് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ആർട്ടിക്കിൾ 19A അഭിപ്രായ സ്വാതന്ത്ര്യം, അത് മാത്രം ഏതൊരു പാവം പൗരനുമുള്ള ആ അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമേ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർക്കും ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. നാളെ ഇവിടെയുള്ള സർക്കാർ നിങ്ങളുടെ ഈ അട്രോസിറ്റി കണ്ട് ഒരു ബില്ല് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അടപടലം കുടുങ്ങിപ്പോകും എന്നുള്ളതാണ്. മാധ്യമ മേഖലയിൽ ഒരു ശുദ്ധി കലക്ഷൻ നടത്തണമെന്ന് ഇവിടെയുള്ള സർക്കാർ തീരുമാനിച്ചാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അറിയാമല്ലോ, ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ശത്രുതയുള്ള സമയമാണ് മാധ്യമപ്രവർത്തകർക്ക്. ആ മാധ്യമപ്രവർത്തകൻ ഈ മാധ്യമപ്രവർത്തകനെ കണ്ടുകൂടാ, ആ ചാനലുകാരൻ ഈ ചാനലുകാരനെ കണ്ടുകൂടാ, ചാനലുകൾ തമ്മിൽ അടി, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് വെറുതെ വെന വരുത്തി വയ്ക്കരുത്. അപ്പോൾ ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.